അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സീ സോൾട്ടിനെ കുറിച്ചാണ്. എന്താണ് സീ സോൾട്ട്? KPtC2H4Cl3H2 ആണെന്ത് നമ്മളുടെ സീ സോൾട്ട് എന്ന് പറയുന്നത്. ആസ് എ നെയിം സജസ്റ്റ്, സീ സോൾട്ട് ഈസ് പൊട്ടാസ്യം ട്രൈക്ലോറോ എഥിലീൻ പ്ലാറ്റിനേറ്റ് 2. അപ്പോൾ സീ സോൾട്ടിൻ്റെ നെയിം എന്താണ്? പൊട്ടാസ്യം ട്രൈക്ലോറോ എഥിലീൻ പ്ലാറ്റിനേറ്റ് 2. ഇതെന്താണ്? ഒരു അയണിക് കോമ്പൗണ്ടാണ്. അതോടൊപ്പം തന്നെ ഈ സീ സോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റിനം മെറ്റലും എഥിലീൻ തമ്മിലുള്ള ഒരു കോംപ്ലെക്സ് ആണെന്ത് നമ്മളുടെ സീ സോൾട്ട് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ എഥിലീനെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു? പൊട്ടാസ്യം ടെട്രാക്ലോറോ പ്ലാറ്റിനത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഇത് നമ്മളുടെ എഥിലീനെ പാസ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന PtCl4 2- ആര് പാസ് ചെയ്യിക്കുന്നു? നമ്മളുടെ എഥിലീൻ ഇൻ പ്രസൻസ് ഓഫ് EtOH പാസ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? eta2 PtC2H4Cl3 Cl-, അതായത് നമുക്ക് സീ സോൾട്ട് കിട്ടുന്നു. അപ്പോൾ സീ സോൾട്ട് കിട്ടണമെങ്കിൽ പൊട്ടാസ്യം ടെട്രാക്ലോറോ പ്ലാറ്റിനത്തിലേക്ക് എന്ത് പാസ് ചെയ്യണം? എഥിലീൻ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സീ സോൾട്ട് കിട്ടുന്നത്. ഇനി സീ സോൾട്ട് സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് അല്പം മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ സ്ട്രക്ചറാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത്? പ്ലാറ്റിനം എന്ന് പറയുന്നത് അല്ലെ സീ സോൾട്ടിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ പ്ലേനാർ ജോമെട്രി ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഈ ഓരോ എൻഡിലേക്കും നമുക്ക് Cl അറ്റാച്ച് ചെയ്തു. നെക്സ്റ്റ് ബോണ്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ CH2C അല്ലെ എഥിലീൻ്റെ ഡബിൾ ബോണ്ടിലേക്കാണ് ഒരു ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. സോ സീ സോൾട്ട് ഹാസ് സ്ക്വയർ പ്ലേനാർ ജോമെട്രി, അത് നമുക്ക് മനസ്സിലായി. ദെൻ ഒളിഫീൻ മെറ്റൽ ബോണ്ട് ലൈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ മോളിക്യൂൾ. അപ്പം നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് കൺസിഡർ ചെയ്യുക. ഞാൻ ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് വരച്ചിരിക്കുകയാണ്. സോ പ്ലാറ്റിനം എന്ന് പറയുന്ന മെറ്റൽ നമ്മളുടെ ഒളിഫീൻ ബോണ്ട്, അതായത് C ഡബിൾ ബോണ്ട് ബോണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഈ മോളിക്യൂളിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടാണ് എന്ത് ഈ മെറ്റൽ ഒളിഫീൻ ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ് സീ സോൾട്ട്, എങ്ങനെയാണ് സീ സോൾട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി സീ സോൾട്ടിൻ്റെ സ്ട്രക്ചർ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീ സോൾട്ടിൻ്റെ ബോണ്ടിങ് നേച്ചറിനെ കുറിച്ചായിരിക്കും. താങ്ക് യു.